എല്ലാ മാധ്യമപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ NSS കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ബിക്കോസ് ഇത് തുടങ്ങി വച്ചിട്ടുള്ളതും മന്നത്ത് ആചാര്യൻ്റെ ആശയങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് നടക്കുന്ന അട്രോസിറ്റീസ്. ആരാണിതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആർക്കും അറിയില്ല. എങ്ങനെയാണ് ഈ തലപ്പത്തിരിക്കുന്നത് അറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇലക്ടോറൽ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളെ അതിൽ മെമ്പേഴ്സാക്കി അവർക്ക് വോട്ടധികാരം കൊടുത്തുകൊണ്ട് ഈ അട്രോസിറ്റീസ് നടക്കുന്നു. ഓക്കെ, യു ഡു ഇറ്റ്. ബട്ട് മൈ കൺസേൺ ഈസ് ദാറ്റ് സോ മെനി കോളേജസ് ഈ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ സമുദായത്തിൽ എഴുതി വച്ചിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. NSS ഹിന്ദു കോളേജ് എന്നാണ്. അതിനകത്ത് വെറും നായന്മാർക്ക് മാത്രമുള്ളതല്ല, അത് ഹിന്ദുക്കൾക്കും കൂടി ഉള്ളതാണെന്നുള്ളത് ആ ബോർഡ് പോലും എഴുതി വെച്ചിട്ടില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ നായരെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാതെ, നായരായാലും ശരി, SNDP ആണെങ്കിലും ശരി, ഇവരെല്ലാവരും നടത്തുന്ന അത് ആ സമുദായത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നത്തെ ആചാര്യൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് NSS ഹിന്ദു കോളേജ്. അതിനകത്ത് എല്ലാ ഹിന്ദുക്കൾക്കും ഏത് ജാതിക്കാർക്കും പെർമിഷനുണ്ട്. പക്ഷെ അതിനെപ്പോലും നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇതിന് മുന്നോട്ടുള്ള പോക്ക്. ഇന്ന് നിങ്ങൾ ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒറ്റപ്പാലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറോളം കിടക്കുന്ന സ്ഥലങ്ങൾ, ഇതിനെ ഒരു വിധത്തിലും ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ശുചിത്വം എന്ന് പറയുന്ന 7 അയലത്തൂടെ പോയിട്ടില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും ഫണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് അന്തസ്സോടുകൂടി പറയാം ഞാൻ ഇന്ന NSS കോളേജിൽ പഠിക്കുന്നു എന്ന് പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്തിന്? പെരുന്നയിൽ പോലും ഇവരുടെ ആസ്ഥാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. സോ ഒരു വിധത്തിലും ഈ സമുദായത്തിൽ നിന്നുള്ള ജനസമുദായത്തിൽ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഭരണമാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പുതിയ ഒരു രൂപീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം തന്നെ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ബദൽ വേണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു സംഘടനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ചെയ്തു ഒരു നായർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംസാരം എന്നുള്ളത് മാത്രം. അതിന് വേണ്ടിയിട്ട് എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ടും ശരി, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കും. അതിൻ്റെ ആദ്യം ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇത് തുടങ്ങി വയ്ക്കുന്നത് ഇന്നും മന്നത്താചാര്യൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്തണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ശരി, പെർമിഷൻ എന്തുകൊണ്ട് ആർക്ക് കൊടുത്തില്ല? അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സുരേഷ് ഗോപി പോയപ്പോഴും അല്ലെങ്കിൽ പലരും പോയപ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും വന്നപ്പം അദ്ദേഹം പെർമിഷൻ കൊടുത്തില്ല. പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് പോലും ഒരു ബൊക്കെ കൊടുത്തില്ല. അപ്പം ഇങ്ങനെയുള്ളത് അത് ആരാണെങ്കിൽ ഏത് പാർട്ടി എന്നല്ല. പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ച് സംസാരിക്കത്തക്ക രീതിയിലുള്ള അഹംഭാവം കാണിച്ചതുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ അവനെന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങളൊന്നും അത് നായർ സമുദായത്തിന് യോജിച്ചതല്ല. ആ ചില ആഠ്യത്വങ്ങളും മഹിമകൾക്കും നിങ്ങൾ വെച്ചോളൂ, പക്ഷേ അഹംഭാവം നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇതിനോടൊക്കെയാണ് ഞാൻ എതിർക്കുന്നതും. ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ മുന്നിൽ നിൽക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടി. എത്രയോ കോളേജുകൾ ഇപ്പോൾ വിൽക്കപ്പെട്ടിരിക്കുക. IAPAS കോളേജ് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇങ്ങനെ പലതും വിറ്റ് തള്ളുകയാണ്. ആരാണ് ഈ താഴത്ത് സൈൻ ചെയ്തിരിക്കുന്ന? ഒറ്റ ആളാണ്. അതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചറോ ഒന്നും കാണുന്നില്ല. ഈ കേസുകൾ ഇപ്പം 190 പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുന്നു. അതെന്താണ് മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ്? NSSന് പ്രതികൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരില്ലെന്ന് കാണുന്ന സമയത്താണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ അതിന് വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ കേസിന് പോയിട്ട് അത് ആ ഡേറ്റ് വാങ്ങിക്കുന്നില്ല?
അപ്പം തന്നെ അറിയാം അവർ ചെയ്തിരിക്കുന്നതെല്ലാം നിയമത്തിന് നിരക്കാത്തതാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും ഈ സമുദായത്തിന് ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കും. I expect all your support. Thank you so much. God bless you.